കോട്ടയത്ത് 4 വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ ലഹരി എന്ന പരാതി പോലീസ് തള്ളി. ആശുപത്രിയിൽ നൽകിയ മരുന്നിന്റെ പാർശ്വഫലമായാണ് കുട്ടിയുടെ ശരീരത്തിൽ ബെൻസോ ഡയാസിപ്പൻ രൂപപ്പെട്ടത് എന്നാണ് നിഗമനം. ഷിനോജ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. സ്കൂളിൽ നിന്നും ചോക്ലേറ്റ് കഴിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടത് എന്നാണല്ലോ വീട്ടുകാരുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ ആശുപത്രിയിൽ നിന്നും ഇത്തരത്തിൽ ഇതേ കണ്ടന്റുള്ള മരുന്ന് നൽകിയിരുന്നു എന്നാണോ ഇപ്പോഴത്തെ കണ്ടെത്തൽ? മോത്തി അങ്ങനെയല്ല. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ കുട്ടി സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലെത്തുന്ന സമയത്ത് അബോധാവസ്ഥയിലാകുന്നത്. അതിനുശേഷം ആദ്യം മെഡിക്കൽ കോളേജിൽ ICHൽ കാണിച്ചു. അതിനുശേഷം വീണ്ടും ശരീരനില മോശമായതിനെ തുടർന്നാണ് കൊച്ചിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ഈ കുട്ടിക്ക് MRI സ്കാൻ പരിശോധന നടത്തി. ആ സമയത്ത് MRI സ്കാൻ നടത്തുന്നതിന് മുൻപായി ഇത്തരത്തിൽ സാധാരണയായി ഇത്തരത്തിൽ ബെൻസോ ഡയാസിപ്പൻസ് എന്ന് പറയുന്ന മരുന്ന് ശരീരത്തിൽ നൽകാറുണ്ട്. സ്വാഭാവികമായും ഒരു സെഡേഷൻ പോലെ നൽകുന്നൊരു മരുന്നാണ് ഈ ബെൻസോ ഡയാസിപ്പൻസ് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത്. അതാണ് ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ഇത്തരത്തിൽ ഈ ലഹരിയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞ് ഈ മാതാപിതാക്കൾ ഉന്നയിക്കാൻ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് അതുതന്നെയാണ്. അത്തരത്തിൽ പോലീസ് ഇപ്പോൾ പൂർണ്ണമായും അന്വേഷണം പൂർത്തിയായിട്ടില്ല. നിലവിൽ പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ബെൻസോ ഡയാസിപ്പൻസ് കുട്ടിയുടെ ശരീരത്തിൽ എത്താനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ MRI സ്കാനിങ് ആണ്. കൊച്ചിയിൽ ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ ബെൻസോ ഡയാസിപ്പൻസ് എന്ന് പറയുന്ന മരുന്ന് കുട്ടിയുടെ ശരീരത്തിലേക്ക് എത്തിയത്. അതേ സമയത്ത് തന്നെ ഈ കുട്ടി എങ്ങനെയാണ് അബോധാവസ്ഥയിലായത് എന്ന് സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും അന്വേഷണം നടത്തുന്നുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ചോക്ലേറ്റ് കഴിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ മറ്റു ചില കുട്ടികളും സ്വാഭാവികമായും സ്കൂളിൽ വെച്ച് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. സ്വാഭാവികമായും ഇതെന്തെങ്കിലും ഭക്ഷ്യവിഷബാധയാണോ എന്ന് സംബന്ധിച്ച് പോലീസിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതൊരു സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടില്ല. ഏതായാലും ഈ കുട്ടിയുടെ ശരീരത്തിൽ നിലവിൽ ഇത്തരത്തിൽ ഈ ബെൻസോ ഡയാസിപ്പൻസ് എന്ന് പറയുന്ന മരുന്ന് കണ്ടെത്തിയതിൻ്റെ കാര്യം ഇത്തരത്തിൽ കൊച്ചിയിൽ വെച്ച് നടത്തിയ പരിശോധന, അത്തരത്തിൽ നടത്തിയ ചികിത്സയുടെ ഒരു സൈഡ് എഫക്റ്റ് ആണ് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ മോത്തി സൂചിപ്പിച്ചതുപോലെ ഈ 17-ാം തീയതി കുട്ടി സ്കൂളിൽ നിന്ന് തിരികെ എത്തിയ സമയത്ത് എങ്ങനെ അബോധാവസ്ഥയിലായി എന്നത് സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും അന്വേഷണം നടത്തുന്നുണ്ട്.